തിരുവനന്തപുരം ആര്യനാടിന് സമീപം കാട്ടാനക്കൂട്ടമെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്തി. വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, ആര്യനാടിന് സമീപമാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ഇവയെ തുരത്തുന്ന നടപടി ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് കാട്ടാനക്കൂട്ടം ആര്യനാട് മീനാങ്കൽ പ്രദേശത്തേക്ക് എത്തുന്നത്. ഒരു റബ്ബർ എസ്റ്റേറ്റിൽ എത്തിയ ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിഞ്ഞു. തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും പിന്നീട് കാട്ടാനക്കൂട്ടം വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്നു രാവിലെയാണ് കാട്ടാനക്കൂട്ടത്തെ തുരത്തിയത്. ആ കാട്ടാനക്കൂട്ടം അവിടം വിട്ട് പോയിട്ടില്ല. തൊട്ടടുത്തുള്ള റോഡിന്റെ ഭാഗത്തായി മാറി നിൽക്കുകയാണ്. വനത്തോട് ചേർന്ന പ്രദേശത്ത് തന്നെ അത് മാറി നിൽക്കുന്നുണ്ട്. തിരിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ റോഡ് വഴിയാണ് നിരവധി ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. കാട്ടാനക്കൂട്ടം അവിടെ തമ്പടിച്ചതിനെ തുടർന്ന് ആളുകൾ ആരും തന്നെ വീട് വിട്ട് കാര്യമായി പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. കുട്ടികളെ സ്കൂളിലൊന്നും വിട്ടിട്ടില്ല. സാധാരണഗതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണങ്ങളോ അല്ലെങ്കിൽ കാട്ടാന കൃഷി നശിപ്പിച്ചതായ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതാദ്യമായാണ് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആര്യനാട് മീനാങ്കൽ പ്രദേശത്ത് ഇങ്ങനെ കാട്ടാനക്കൂട്ടം എത്തുന്നത്. എന്നാൽ കൃഷി നശിപ്പിച്ചില്ല. പകരം റബ്ബർ എസ്റ്റേറ്റിൽ കുടുങ്ങിക്കിടന്ന കാട്ടാനക്കൂട്ടം കുറെ നേരം അവിടെ ഉണ്ടായിരുന്നു. രാത്രി അറിഞ്ഞുടനെ തന്നെ ആളുകൾ തുരത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പിന്നീട് ആനകൾ ആക്രമണക്കാരെ ആകാൻ സാധ്യതയുണ്ട് എന്ന് വനംവകുപ്പ് അറിയിച്ചതിനെ തുടർന്ന് ആളുകൾ പിന്തിരിയുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് വനംവകുപ്പിന്റെ വലിയ സംഘം ഉദ്യോഗസ്ഥരെത്തി വനത്തിലേക്ക് തുരത്താൻ ഒരു നടപടി നടത്തിയത്. എങ്കിലും അത് പൂർണ്ണമായും ഉൾവനത്തിലേക്ക് പോയിട്ടില്ല. റബ്ബർ എസ്റ്റേറ്റിന് സമീപത്തുള്ള ഒരു സ്ഥലത്തേക്ക് സംഭരിച്ചിരിക്കുകയാണെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ശരി ബിനോയ്.